ആ നീ ഇവിടെ ഇരിക്കുക. എന്ത് കാര്യമാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. എന്താണ് പറയേ? നമ്മുടെ സ്വത്തും ബാങ്ക് ബാലൻസും ഈ വീടൊക്കെ കാണുന്നൊക്കെ അവരുടെ പേരിൽ രണ്ടാളുടെ പേരിലായിക്കോട്ടെ. അതെ, ഉപ്പ തന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ വീട്ടിലേക്ക് ഞാൻ എന്തായാലും ഇന്ന് മാറും. ആ ഞാനും പോകാനുള്ള പ്ലാനിങ് തന്നെ ഉള്ളത്. എന്തായാലും ഇപ്പൊ സ്ഥലമെല്ലാം കിട്ടിയില്ലേ. നമ്മളെന്തോ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു മക്കളൊക്കെ പോയപ്പോൾ. നമുക്ക് മൂത്തവൻ്റെ കൂടെ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കാം. ഇല്ല, നമ്മൾ വന്നതെന്താ മോനിക്ക് ഇഷ്ടമാകാത്ത പോലെയൊക്കെ തോന്നണം. എന്താണ് അവരുടെ സംസാരത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാനും സാലിക്കുട്ടി പോവാന്ന് പറഞ്ഞിരിക്കണപ്പോഴാണ് നിങ്ങളിപ്പോൾ വന്നത്. ശരി, കുഴപ്പമില്ല, മക്കൾ പോയിക്കോ, ഞങ്ങൾ പോയിട്ട് വരാം. സിത്തു ഇവിടെ ചായ എടുത്തേ. എല്ലാ നീ എന്തൊന്നും ഉണ്ടാത്തത്? ഞാനെന്താ കൊണ്ടുപോവാ, നമ്മളെ മൂത്ത മോൻ എന്താ ഇങ്ങനെയായി? എനിക്ക് അവൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. അവനാള് മാറി. നമ്മളെ മോൻ ഇങ്ങനെയായിരുന്നു. ഈ രണ്ടാമത്തെ മകൻ്റെ അടുത്ത് വരികയാണ്. അവൻ്റെ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ അവർക്ക് വിഷമമാവും. ഞാനൊന്നും പറയുന്നില്ല. ഇന്ന് മഴ പെയ്യോ? ഇന്ന് അല്ല മഴക്കാറുണ്ടല്ലോ. ആ മോനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? മോൻ ചായ കുടിക്കുക? ഇതാരും ഉമ്മ ഇപ്പിയാ? ഇത് പ്രതീക്ഷിക്കാണ്ട് സെഞ്ചൊക്കെ ആയിട്ട്. അതൊന്നുമില്ല മോനെ, ഇനി കുറച്ചേ പേരക്കുട്ടികളും മരുമോളും മോൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അവിടെ ഒറ്റക്ക് നിൽക്കുമ്പോഴേ വെറുക്കനെ തോന്നും. നിങ്ങൾ ആരും ഇല്ലാണ്ട് ഉമ്മയും ഇപ്പം എത്ര കാലം. ഇനി കുറച്ച് ദിവസം നിങ്ങളെ കൂടെ കൂടാന്ന് വിചാരിച്ചു. ഉമ്മ എന്താ പറയണത്? ഇവിടെ നിക്കാൻ വന്നാ? അല്ലമ്മ, ഉമ്മ അല്ലേ പറഞ്ഞത് ഇക്കാനോട് ഒരു മാസം നിക്കണം, ഇവിടെ ഒരു മാസം നിക്കണം എന്ന് പറഞ്ഞിട്ട്? ഒരു മാസം പോലും തേഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴേക്ക് തന്നെ പെട്ടെന്ന് വന്നത്. ആകെ 10-14 ദിവസമായിട്ടുള്ളൂ. എന്താ മോനെ ഇങ്ങനെയൊക്കെ കണക്ക് നോക്കുന്നത്? ഉപ്പ ഉമ്മ നമുക്കൊരു ഭാരമായോ? ഒരു കണക്കിന് പറഞ്ഞല്ലേ ഒരു മാസം അവിടെ ഒരു മാസം ഇവിടെ. നമുക്ക് മാസക്കണക്കൊന്നുമില്ല. മക്കൾ നോക്കേണ്ട ഒരു കടമയില്ലേ ഉപ്പാനും ഉമ്മാനെയും? ഒരു വിരുന്ന് വരുന്നത് ഇങ്ങനെയാണോ സംസാരിക്കുക? ഒരു മര്യാദയില്ല മക്കളെ. മക്കളിനൊക്കെ എന്തോരം സ്നേഹിച്ച് വളർത്തിയിട്ടുള്ളതാ. ആ ഒരു പരിഗണനയും കൂടെ നോക്കണ്ട മക്കള്. ഉമ്മാക്ക് ഉപ്പാക്ക് സങ്കടം വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഉമ്മാക്ക് അറിയാലോ, ഇക്കാക്ക് നല്ല അടിപൊളി ഒരു വലിയ വീട് ഇക്കാക്ക് കൊടുത്തുള്ളത്. എനിക്ക് എന്തിട്ട് തന്നിട്ടുള്ളത് 20 സെന്റ്, ഒന്നിനും വേണ്ടാത്ത ഒന്നിനും പറ്റാത്ത 20 സെന്റ്. എന്നിട്ട് 5 ലക്ഷം എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ 5 ലക്ഷം ഞാൻ എങ്ങനെയാ ഒരു വീടൊക്കെ വെക്കുക? ആ 5 ലക്ഷം കൊണ്ട് എന്നെ കൊണ്ട് പറ്റിയ രീതിയിൽ ഒരു ചെറിയൊരു വീട് കുടിലാണ് ചെറുതായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് അതിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പൊ നിങ്ങളും കൂടി വന്നു കഴിഞ്ഞാല് അതിലെങ്ങനെയാണ് നിൽക്കുക, എങ്ങനെ താമസിക്കുക? അതുകൊണ്ട് പറഞ്ഞു പോയതാ. മോനെ, ഉമ്മാൻ്റെ അടുത്തേ അടുക്കളയിൽ വന്നിട്ടേ നിങ്ങൾ പറയാറില്ലേ, ഉമ്മ മൂക്കറ്റം കടണ്ട്, അവർക്ക് അത്ര കൊടുക്കണം, ഇവർക്ക് ഇത്ര കൊടുക്കണം. ഇക്ക ഒരാളുടെ അടുത്ത് കടം മേടിച്ചിട്ട് ഇക്കാനെ സെൻട്രലിൽ വെച്ചിട്ട് ഒരാൾ നാണം കെടുത്തി. ഉമ്മ അത് ഞാൻ കണ്ടതാണ്. ഉപ്പാടെ എന്തെങ്കിലും പറഞ്ഞിട്ടേ ഉപ്പാനെ പറഞ്ഞിട്ട് ഉപ്പ തന്നെ സ്വയം മനസ്സിലാക്കി നിങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ള സ്വത്ത് നിങ്ങൾക്ക് എഴുതി തന്നു. അവനിക്ക് വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനിക്ക് വീടില്ല. നിനക്ക് സ്ഥലം തന്നു. ഇല്ല കാശും കൂടി ആ മനുഷ്യൻ നിങ്ങളെ രണ്ടാളുടെ പേരിൽ ഇട്ട് തന്നില്ലേ? ഇപ്പൊ ഞങ്ങൾ ഉപ്പയും ഉമ്മയും നിങ്ങൾക്കൊരു ബാധ്യതയായി പോയില്ലേ? ഞങ്ങൾക്കേ നിങ്ങളെ മനസ്സിലാക്കാൻ വൈകിപ്പോയി മോനെ. ഞങ്ങളുടെ മക്കളല്ലേ, എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടേ ഉപ്പ ചെയ്ത് തന്നതാണ് തെറ്റ്. നിങ്ങളെന്താ പറഞ്ഞത്? അവൻ ചെയ്തതൊന്നും അവനോട് പറയണ്ട, അവന് ഭയങ്കര വിഷമാവില്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ കണ്ടില്ലേ, രണ്ടാമത്തെ മോൻ്റെ വായിലുള്ളതൊക്കെ കേട്ടില്ലേ, തൊള്ളയിലുള്ളതൊക്കെ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അവൻ്റെ അടുത്ത് പോയപ്പോൾ അവനെ കരയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രത്തോളം നമ്മളത് സഹിച്ചിട്ടുണ്ട് പോകും. ഇവൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവ ഇങ്ങനെയും പറയും. ഈ മക്കളെ കൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ ജീവിക്കണ്ട. അതുള്ള സ്വത്തൊക്കെ വേണം നീ പറഞ്ഞില്ല അവരുടെ പേരിൽ എഴുതി കൊടുത്ത്. എൻ്റെ പേരിൽ 5 പൈസ ഉണ്ടോ? എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്ന് വെച്ചാ അതാണ് നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയത്. നിങ്ങൾ ആ ഇതൊക്കെ ചെയ്ത് ഉള്ള കാശും കൂടി നിങ്ങൾ രണ്ടാളുടെ പേരിൽ ഇട്ട് കൊടുത്തില്ലേ? അതാണ് നമുക്കായിട്ട് എന്തെങ്കിലും ഒന്ന് കരുതണ്ടേ? മക്കളെ ഒന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. കണ്ടില്ലേ നിങ്ങൾ എങ്ങനെ മക്കളെയൊക്കെ കോട്ട പോലെ മനസ്സിൽ ഇതാക്കി. ഇനിയുള്ള കാലം നമ്മളെ മക്കളുണ്ടല്ലോ,
നമ്മളെ മക്കളുണ്ടല്ലോ ഇപ്പോൾ വരുമ്പോഴും കൂടി നിങ്ങൾ എന്താ പറഞ്ഞേ? ഷമീർ മോൻ സമീർ മോൻ്റെ തൊള്ളയിലുള്ളതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? നിന്റെ വാക്ക് കേട്ടിട്ടില്ല അതൊക്കെ ചെയ്തത്. ഇനിയിപ്പോ അവരെ ഇവരും കുറ്റം പറ്റാത്ത കാര്യം ഞാൻ തന്നെ നിന്നെ നോക്കാം, നീ നടന്നേ. അവരിങ്ങനെ നന്നായിട്ടിരിക്കട്ടെ. നാളെ അവരും ആകുന്ന ഒരു ഉപ്പയും ഉമ്മയൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കും ഇങ്ങനെയൊന്നും വരാണ്ടല്ല കാക്കട്ടെ. അതേ നമ്മളെ ദുനിയാവിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു ഉണ്ടാവും. നിങ്ങൾ പേര് നമുക്ക് പോവുക. നീ നടന്നേ. അല്ല ഇനിയിപ്പം ഞങ്ങളുടെ പോണത് ഈ രാത്രി സമയത്ത്, എന്നിട്ട് വേണം നാട്ടുകാരെ പറയാനേ ഉമ്മാനും ഇപ്പം രാത്രി സമയത്ത് ഇറക്കി വിട്ടുന്ന് പറഞ്ഞിട്ട്. അതേ ഉള്ളത് ഒരു കുടിച്ചും കാട്ടെ ഇവിടെ പറഞ്ഞ് നിൽക്കുക, നാളെ നേരം വെളുത്തിട്ട് പോവുക, എന്താണ് ചെയ്യുക. വന്നേ മോനെ, ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു വൈകുന്നേരം രാത്രി ഒന്ന് കിടന്നെന്ന് വെച്ചാലേ മോനിക്കൊരു ബുദ്ധിമുട്ടൊന്നും വേണ്ട. അതെ ഞങ്ങൾ പൊക്കോണ്ട് എൻ്റെ ഉപ്പാക്കേ അധികം പ്രായമൊന്നും ആയിട്ടില്ല. ഇന്നെ നോക്കാനുള്ള ഇതും ആരോഗ്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് മതി. മക്കളെ കൊണ്ട് മൂത്തവൻ്റെയും സ്വഭാവം മനസ്സിലായി, രണ്ടാമത്തവൻ്റെയും മനസ്സിലായി. ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. അതുകൊണ്ട് ഞങ്ങളെ നോക്കിയിട്ടോ ഞങ്ങളെ ആലോചിച്ചിട്ടോ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നിങ്ങൾ എവിടെയായാലും നന്നായിരുന്നാൽ മതി. നടക്കുകയും പോവാ. ഇനിയിപ്പോൾ നിങ്ങളെ ഇഷ്ടം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കോ. അപ്പം ആരത് തടഞ്ഞു വരുത്തിയത്? ചിത്തോ ആ ഭക്ഷണം എടുത്തിച്ചറാ. ഹലോ, ഷമീറ ഞാനാണ്. പറയുന്നതേ? ഒന്നുമില്ല, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടേ വിളിച്ചതാ. ഇന്നലെ ഉണ്ട് ഉമ്മ ഇപ്പി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കേ. അവരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 1 മാസം എൻ്റെ അടുത്ത് 1 മാസം നിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നണ അതിന് വേണ്ടിയിട്ട് വന്നാന്നാ. ഞാനൊന്നും സമ്മതിച്ചില്ല കേട്ടാ. എനിക്ക് തോന്നണത് ചിലപ്പോൾ നിൻ്റെ അടുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലേ അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് ഇങ്ങോട്ടാ. ഞാനും നല്ല കണക്കിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കുറച്ച് വിഷമായി തോന്നുന്നു. എന്നിട്ട് പിന്നെ എങ്ങോട്ട് പോയെന്നറിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നേരെ പോയിട്ടുണ്ട്. നിൻ്റെ വീട്ടിലേക്ക് വന്നാ? പിന്നെ അവരിപ്പോൾ എങ്ങോട്ട് പോയിട്ടുണ്ടാവും? ഉപ്പാടെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്ന് അറിഞ്ഞത്. കാരണം ഉള്ള പൈസയൊക്കെ നമുക്ക് തന്നില്ലേ. കുഴപ്പമൊന്നുമില്ല, അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എവിടെയെങ്കിലുമൊക്കെ പണിക്ക് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോളും. എന്നാലും നമ്മൾ ഈ കാണിക്കുന്നത് കുറച്ച് കൂടുതൽ ക്രൂരതയാണോ എന്ന് എനിക്ക് സംശയം. എന്നാലും നമ്മുടെ ഉപ്പയല്ലേ, നമ്മളൊരു ഉപ്പയല്ലേ. എന്ത് ക്രൂരത? ഒരു ക്രൂരതയില്ല. അതേ ഇത്രയും പൈസയും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരെപ്പോഴാണ് നമുക്ക് തന്നത്? അവര് വയസ്സായ സമയത്താ. ഇതൊക്കെ ഇതിന് മുമ്പ് തരേണ്ട തന്നെയല്ലേ? വയസ്സായി കഴിഞ്ഞാൽ അവരെ നോക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ സ്വത്തും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നത്. അതേ ഇനി വീട്ടിലേക്ക് വന്ന് കയറ്റണ്ട ട്ടാ. ഞാനും കയറ്റുന്നില്ല. എവിടെയാ വെച്ചാൽ പോയി ജീവിച്ചോട്ടെ, ഒരു ഉമ്മയൊക്കെ. ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ രാത്രിയാണ് ഇറങ്ങിപ്പോയത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇവിടെ കയറി നാളെ രാവിലെ എണിച്ച് പോയാൽ പോരെ എന്ന് പറഞ്ഞ്. നടക്കില്ല, അവരെ വാശി ഈഗോ. ആയിക്കോട്ടെ, എനിക്കെന്ത് പ്രശ്നം? എങ്ങനെയല്ല ആയിക്കോട്ടെ. എന്തായാലും നീ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തന്നെ ആവട്ടെ കാര്യങ്ങൾ. അങ്ങനെ തന്നെ മതി ട്ടാ. അതേ ഒരു കോള് വരുന്നുണ്ട്, ഞാൻ കുറച്ച് നേരം വിളിക്കാം ട്ടാ. ശരി എന്നാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ശരി ഓക്കെ ശരി.